ഹലോ. അപ്പം ഞാനിന്നൊരു പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ. നല്ല മുരുമുരേനുള്ള പഴംപൊരിയാണ് കേട്ടോ. ഉള്ള നല്ല സോഫ്റ്റും പുറം നല്ല മുരുമുരേനുള്ള പഴംപൊരിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മുക്കാൽ കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ പത്തിരിയുടെ പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും. ഇത് എല്ലാതും പാടെ കൂടിയിട്ട് നമുക്ക് നല്ലത് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതൊരു ചുടുവെള്ളത്തിലാണ് ഇത് മാവാക്കണത് കേട്ടോ. നല്ല ചൂടുള്ളതല്ല, നല്ല തണുത്തല്ല, അങ്ങനത്തെ ഒരു വെള്ളമാണ് കേട്ടോ, ചുടുവെള്ളമാണ്. നല്ല നമുക്ക് ഈ മാവ് കട്ടാതെ ശരിയാക്കി കൊടുക്കാം കേട്ടോ. കട്ടാതെ കലക്കിയിട്ട് നമുക്കതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതും പറ്റാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ മാവാക്കണം കേട്ടോ. ഇത് നമുക്കൊരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊക്കെ വേറൊരു സാധനം കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തേക്കണം കേട്ടോ. കുഴപ്പമില്ല, പൊന്തി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ നല്ല ഒരെണ്ണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നുള്ളപ്പോൾ അത് ഇട്ടതാണ്. 3 ടേബിൾ സ്പൂൺ കാവ ഇടാൻ. പിന്നെ നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നമുക്ക് നല്ലൊന്ന് കലക്കണം കേട്ടത്. നല്ല കലക്കി നല്ലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നല്ല മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ പൊന്തി വന്നതൊക്കെ ഒന്നിട്ട് കുറച്ചൊന്നിട്ട് ഇതാക്കിങ്ങാണ്ട് ശരിയാക്കി കൊടുക്കണേ. ബാക്കിൽ കുറേ തെറ്റുണ്ടാവും കേട്ടോ. കേൾക്കണൊരു ചെറുക്കരുത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ പഴമൊക്കെ ചെത്തിച്ചിട്ടുണ്ട്, നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി എണ്ണ പാര കേട്ടോ. എണ്ണ പാർന്ന് നമുക്കിനി പഴം ഇട്ട് കൊടുക്കുക. പുതപ്പിച്ചാൽ ശരിയാവണില്ല, അവിടെയാണ് തെറ്റ് പറ്റുന്നത്. ആകെ കൊളായി. പക്ഷെ എന്നാലും എന്ത് കൊളായാലും പഴംപൊരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് കൂടെ പിന്നെ ഒരു പുതപ്പിട്ട് കൊടുക്കൽ, അവിടെയാണ് കൊളാവുക. ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ കൊളാവും. എന്നോർത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. മൂപ്പര് ശരിക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടോ വലിച്ച ഇതിൻ്റെ മാതിരിയായി കണ്ടോ. അവിടെ മാവിട്ട് കൊടുത്താണ് ഞാൻ, അതാണ് കൊളായത് കേട്ടോ. കൊക്കച്ച മാതിരി അങ്ങനെ രണ്ടും ഇതായി. കുഴപ്പമില്ല, എന്നാലും അടിപൊളിയാണ്, ടേസ്റ്റ് അപാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പോൾ ഇതിങ്ങനെ കോരിയെടുത്തിട്ട് ഞാൻ രണ്ടാമതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ നട്ട് നോക്കുക, നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ഒഴിവായി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റുള്ള ഞാൻ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് നട്ടെടുത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും അതിന് ചെറുതായിട്ട് പതപ്പ് വന്നു, കുഴപ്പമില്ല, എന്നാലും സെറ്റാണ്. എന്തായാലും ഇത് കാണാൻ മുഞ്ചില്ല എന്നുണ്ടെങ്കിലും ടേസ്റ്റ് അപാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങളിടുമ്പോൾ ശരിക്കും ഇട്ടെടുത്തോളൂ. അങ്ങനെ രണ്ടാമത്തെ മാവ് കുത്തിക്കോരി ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട, ശരിക്കും ഇട്ട് കൊടുത്താൽ അത് ലെവല. അപ്പോൾ അത് നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പഴംപൊരിയുടെ മസാലയും ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. വെറും വാക്ക് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ കണ്ടോ രണ്ടാമത്തിട്ട് ലെവലായില്ലേ, അടിപൊളി. അപ്പോൾ കേട്ടോ നല്ല സോഫ്റ്റും പുറം വരുന്ന കണ്ടാണ്.